വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വീണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സേവനം കിട്ടിയിട്ടില്ല എന്ന് കറുത്ത പറയും. പക്ഷെ ആ ബ്ലൂമിംഗ് കോഴിക്കോടിൽ ആരംഭിച്ച് പിന്നീട് കോഴിക്കോട് കോർപ്പറേഷന്റെ എല്ലാ പരസ്യത്തിന്റെയും സ്പെസിഫിക്കേഷൻ നിർണ്ണയിക്കുന്നത് ഈ കമ്പനിയുമാർ, സോലസ് എന്ന മറ്റോ പറയുന്ന കമ്പനി. അവരാണ് തീരുമാനിക്കുക, അതാണ് കൊടുക്കുക. പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ചിലരും CPM-നകത്തുള്ള ചിലരും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അവർ തമ്മിലൊരു രഹസ്യ ബന്ധങ്ങളുണ്ട്. ഒരു വാസ്തവമല്ല. ചില സംശയങ്ങൾ ഉണ്ടായാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദാണ്. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ച് നിജേഷ് നമ്മളോട് സംവദിക്കുന്നു. കോഴിക്കോട് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരിക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നു. മാധ്യമങ്ങളിലെ ഈ പ്രശ്നം വളരെ സജീവമായി നിലനിൽക്കുന്നു. എന്താണ് തോന്നുന്നത്? ഇതൊരു കെട്ടിച്ചമയ്ക്കപ്പെട്ട കേസാണോ? ഒരിക്കലും അങ്ങനെ ആവാൻ തരമില്ലല്ലോ. കാരണം ഇതിൻ്റെ തുടക്കം വരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ ഒരു കമ്പനിയിൽ നിന്ന് അനധികൃതമായി എല്ലാ മാസവും പണം വാങ്ങി എന്നുള്ള കൃത്യമായ രേഖകൾ പൊതുസമൂഹത്തിലേക്ക് വന്നപ്പോഴാണ്. അത് കൊടുത്തിട്ടുണ്ട് എന്ന് വിവാദ വ്യവസായി കരിമണൽ കർത്ത ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വീണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, സേവനം കിട്ടിയിട്ടില്ല എന്ന് കർത്ത പറയുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു കരിമണൽ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൾക്ക് നിരന്തരമായി പണം വരുന്നുണ്ട് എങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ വെച്ചാണ് തുടങ്ങിയത്. അത് ഈ ഏജൻസിയൊന്നും അല്ലല്ലോ തുടങ്ങിയത്. ആ സെറ്റിൽമെൻറ്റ് ബോർഡിലെ റിപ്പോർട്ടിൽ നിന്ന് വന്നു. പിന്നെ SFIO അന്വേഷിച്ചു. പിന്നീടാണ് അതിലെ കള്ളപ്പണ ഇടപാടിലേക്ക് ED കയറിയിട്ടുള്ളത്. ED കയറിയ സമയത്ത് അതൊരു അന്വേഷണം നടത്തി പോവേണ്ടതായിരുന്നു. പക്ഷേ അവരെ എന്തോ മടിയിൽ കനമുള്ളത് കൊണ്ടാണല്ലോ അവരുടെ വണ്ടി തടഞ്ഞു വെക്കാനും അവരെ അടിക്കാനും. കോഴിക്കോട് വെച്ചിട്ട് അവരെ തടഞ്ഞു നിർത്തി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് എഴുതി വാങ്ങിയിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. അപ്പം അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഒരു അന്വേഷണം നടക്കുക എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അത് ആരന്വേഷിച്ചാലും ഒരാളെ നോട്ടീസ് അയച്ച് കാണണമെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഹാജരാവാനുള്ള ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ ഓരോ പൗരനുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അത് വന്ന് അവർ റെയ്ഡ് നടത്തി പോയിക്കോട്ടെ. അതിനപ്പുറത്തേക്ക് അവരെ തടഞ്ഞു വെച്ചതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിലെ ഒരു ഡൈവേർഷൻ ഉണ്ടായിരിക്കുന്നത്. പിന്നീടത് വീണ വിജയൻ്റെ ഭർത്താവായ റിയാസിലേക്ക് വന്നു. റിയാസ് കേരളത്തിലെ മന്ത്രിയായിരുന്നു. പ്രധാനപ്പെട്ട 2 പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ 2 വീട്ടിൽ റെയ്ഡ് നടത്തി. പിന്നീടാണ് കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന ചില വ്യവസായികളിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. അവർ റിയാസിൻ്റെ സുഹൃത്താണ് എന്നാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. സുഹൃത്തുക്കളായിരിക്കാം, പക്ഷേ അവരറിയപ്പെടുന്ന വ്യവസായികളാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ CPM-ൻ്റെ സഹയാത്രികനായ ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു ജയചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞത് 50 കോടി രൂപ വിറ്റുവരവുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ആ CPM-ൻ്റെ ഏരിയ സെക്രട്ടറി നിഖിൽ. അയാൾ വെറും ഒരു 10 ലക്ഷം രൂപ ഇങ്ങനെ കോഴ വാങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അത് വിട്ടേക്കുന്നു. 50 കോടി വിറ്റുവരവുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിക്കൊണ്ട് SFIയുടെ ജില്ലാ പ്രസിഡന്റും DYFIയുടെ ജില്ലാ പ്രസിഡന്റും പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോൾ ഏരിയ സെക്രട്ടറിയുമായ ഒരാൾ എങ്ങനെ വളർന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനം. അത് കോഴിക്കോട്ടുകാരുടെ മുന്നിലൂടെയാണ് ആ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേരായ വണ്ണം ഒരു അധ്വാനിച്ച് ബിസിനസ് നടത്തി പണക്കാരനാകുന്നതിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ സംഘടനയ്ക്കോ യാതൊരു വിരോധവുമില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് അന്ന് ശ്രീ M ഭാസ്കരൻ ചെയർമാൻ ആയിരുന്ന കാലത്ത് ഒരു വലിയ പ്രൊജക്ട്, ബ്ലൂമിംഗ് കോഴിക്കോട് എന്നായിരുന്നു അതിൻ്റെ പേര്. കോഴിക്കോട് കോർപ്പറേഷൻ അന്ന് ബ്ലൂമിംഗ് കോഴിക്കോട്. അതായത് കുറേ പാർക്കുകൾ നവീകരിക്കുക, അതിനകത്തുള്ള ശില്പങ്ങൾക്ക് നിറം കൊടുക്കുക, അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ അതിൽ വലിയൊരു സംഭവം വെച്ചു. പക്ഷേ ആ ബ്ലൂമിംഗ് കോഴിക്കോടിൽ ആരംഭിച്ച് പിന്നീട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ എല്ലാ പരസ്യത്തിൻ്റെയും സ്പെസിഫിക്കേഷൻ നിർണ്ണയിക്കുന്നത് ഈ കമ്പനിയുമാർ, സോലസ് എന്ന മറ്റോ പറയുന്ന കമ്പനി. അവരാണ് തീരുമാനിക്കുക, അതാണ് കൊടുക്കുക. പിന്നീട് അവിടെ മറ്റ് കമ്പനികളില്ല. അപ്പം കുത്തകവൽക്കരണത്തിനെതിരെയാണല്ലോ ഇപ്പോൾ CPM ഒരു കാലത്ത് നിന്നത്. ആഗോള കുത്തകകൾ. പക്ഷേ യഥാർത്ഥത്തിൽ കോഴിക്കോട്ട് ചെറുകിട പരസ്യ കമ്പനികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊറ്റ പരസ്യ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അതൊരു കുത്തകയായിട്ട് മാറുന്നു. അപ്പോൾ കേട്ടിടത്തോളം 100-ലധികം ജീവനക്കാരുണ്ട്. 2 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ആളുകൾ അതിനകത്തുണ്ട്. അവരിതുവരെ ഏതെങ്കിലും കോമ്പറ്റ് ചെയ്ത് പരസ്യം വാങ്ങിയിട്ടില്ല. അവർ വാങ്ങിയിരിക്കുന്നത് മുഴുവൻ ഒന്നുകിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റേത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇവന്റ് നടത്തുന്നു. അപ്പോൾ അങ്ങനെ തടിച്ചു കൊഴുത്ത് ഒരു ബിസിനസ്സുകാരനായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു സർക്കാരിൻ്റെ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ആ സർക്കാർ സംവിധാനത്തെ പറ്റി ഒരു ഏജൻസി അന്വേഷണം നടത്തുന്നു. അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം റിയാസിൻ്റെ സുഹൃത്ത് ആണ്. പക്ഷെ റിയാസിൻ്റെ സുഹൃത്തായതുകൊണ്ട്
വീണ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ED പോകണമെങ്കിൽ എന്തെങ്കിലും തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണല്ലോ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും, അപ്പൊ അതിൽ ഏറ്റവും രസകരമായി നമ്മളൊന്നും ഇന്നലെ വരെ കേൾക്കാത്ത, ഇതുവരെ നമ്മൾ എക്സലോജിക്കും വീണയുടെ എക്സലോജി കമ്പനിയെ പറ്റി നമ്മൾ കേട്ടത്, അതൊരു കടലാസ് കമ്പനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ മുതൽ ഒരു പുതിയ കമ്പനി രംഗപ്രവേശം വന്നു. ഇപ്പൊ പന്തീരങ്കാവിലെ ജനങ്ങളൊക്കെ ഇന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്താ ഒരു ലേക്കൺ എന്തൊരു കോർപ്പറേഷൻ. അപ്പൊ ഇന്ന് മാതൃഭൂമിക്കാർ അവസാനം ആ ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന സ്ഥലത്താണ് അതിന്റെ ഓഫീസ്. ഷെൽ കമ്പനി, കടലാസ് കമ്പനികൾ ഉണ്ടാകുന്നത്. പക്ഷെ ആ കടലാസ് കമ്പനിയിൽ 14 ലക്ഷം രൂപ ED ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഓഫീസല്ല, ഒരു നമ്പറാണ്, ഒരു നമ്പർ, ഒരു ബിൽഡിംഗ് നമ്പർ കിട്ടുക. അപ്പൊ അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു മറ്റൊരു മന്ത്രിയുടെ ഭാര്യ കോഴിക്കോട്ടെ പന്തീരങ്കാവിലെ ഒരു ചെറിയ ബിൽഡിങ്ങിനകത്തൊരു കടലാസ് കമ്പനി നടത്തി അതിലേക്ക് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ്. നമ്മൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാത്തുണ്ണി മാഷ് ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്കാർ എപ്പോഴും ഒരു മാതൃകയാക്കി കണ്ട ചാത്തുണ്ണി മാഷാണ്. അദ്ദേഹത്തെ അവസാനം എന്ത് ചെയ്തു എന്നുള്ളതിലേക്കല്ല പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സൈദ്ധാന്തികരായ കമ്മ്യൂണിസ്റ്റുകാർ നടന്ന് ദേശാഭിമാനി വിറ്റ് ഒക്കെ ഉണ്ടാക്കിയ ഏത് പഴയ CPM പ്രവർത്തകരോട് ചോദിച്ചാലും അവർ 50 ദേശാഭിമാനിയെങ്കിലും സൈക്കിളിൽ കൊടുക്കുന്ന കഥ. അപ്പൊ മാധവട്ടൻ KK രമ MLA യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദേശാഭിമാനി കൊടുക്കലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം. അങ്ങനെ കഷ്ടപ്പെട്ട് ദേശാഭിമാനി കൊടുത്ത് പാർട്ടിയെ വളർത്തിയെടുത്ത കോഴിക്കോട് ജില്ലയിൽ, പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും സംഘടനാ സംവിധാനമുള്ള കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്ന ആളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഓടി വന്ന് പറയുകയാണ് ഇത് കോൺഗ്രസ് ആണ് ഇതിന്റെ പിറകിൽ, EDയും കോൺഗ്രസുമാണ് ഇതിന്റെ പിറകിൽ. അങ്ങനെ പറയാൻ കാര്യം കോൺഗ്രസ് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലായില്ല. കോൺഗ്രസ്, കാരണം പെട്ടെന്ന് CPM അണികൾ ഒരു സ്വാഭാവികമായ ഒരു കോൺഗ്രസ് വിരോധമുള്ള ആളുകളാണ്. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ. അല്ല, കോൺഗ്രസ് പക്ഷെ ഒരു പെട്ടെന്ന് ആളുകളെ മൊബിലൈസ് ചെയ്യണമെങ്കിൽ അത് റിയാസ് മന്ത്രിയെയും CPMന്റെ നിഖിൽ ഉൾപ്പെടെയുള്ള ആളുകളെ കോൺഗ്രസ്സുകാർ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അണികൾ ഓടി വന്ന് മുദ്രാവാക്യം വിളിക്കും എന്നൊരു ധാരണ മെഹബൂബ് എന്ന ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടായി. അല്ലാതെ അവിടെ അദ്ദേഹം കോൺഗ്രസിനെ ആഡ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ ആഡ് ചെയ്യുന്നു. അതേ സംസ്ഥാന സെക്രട്ടറി അത് ആവർത്തിച്ച് പറയുകയാണ് ഇത് ഗൂഢാലോചനയാണ്. ആർക്കെതിരെയാ? ഒന്ന് നന്ദലാല് എടക്കാട് മേഖലാ സെക്രട്ടറിയാണ്. എടക്കാട് മേഖലാ സെക്രട്ടറിയെ പിടിക്കാൻ അങ്ങ് ഡൽഹിയിലെ ED വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മഹാത്ഭുതമായിട്ടേ കാണാൻ പറ്റും. കാരണം ED ഇതുവരെ നോക്കിയിരിക്കുന്നത് സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ, P ചിദംബരത്തിനെ, DK ശിവകുമാറിനെ, സഞ്ജയ് നിരൂപതി, അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രമുഖരായ ആളുകളെ പൂട്ടാൻ വേണ്ടി വന്ന ഒരു ഏജൻസി ഇവിടെ മേഖലാ സെക്രട്ടറിയെ തെരഞ്ഞു വന്നിരിക്കും. അതിനെ പ്രതിഷേധിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നിടത്തേക്ക് ഈ പാർട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ മൂല്യച്യുതി. പക്ഷെ ഇവരെല്ലാം കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും കയറി വന്ന ആളുകളാണ്. ഒരു പുതിയ തലമുറയുടെ ഭാഗമായിട്ട് വന്നവരാണ്. എങ്ങനെയായിരിക്കും അവർ ഇത്ര പെട്ടെന്ന് ബിസിനസ്സുകാരായിട്ട് മാറുന്നത്? അല്ല, അവിടെയാണ് നമ്മൾ ഭരണ നേതൃത്വം. ഇപ്പൊ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പൊ ഞാനൊക്കെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ, CPM മെമ്പറുടെ ഹൗസ് വാമിങ്, അതിൽ DYFIയുടെ സെക്രട്ടറി ക്ഷണിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ തമാശയ്ക്ക് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിരിക്കുമ്പോൾ വലിയ വീടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ CPMനെ അന്നത്തെ ഏരിയ സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചത് പാർട്ടിക്ക് ഒരു നയമുണ്ട്. ഈ സഖാവ് വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സഖാവിന്റെ വീട് പണി ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിയാണ്. സഖാവ് അവിടെയുള്ള ഓരോ സിമെന്റും ഓരോ മണലും ഓരോ തൊഴിലാളിയും കണക്ക് പാർട്ടിയുടെ കമ്മിറ്റിക്കൊക്കെ ഉണ്ടാവും. ഹൗസ് വാമിങ്ങിന് കൊടുക്കുന്ന ഗിഫ്റ്റ് സ്വീകരിക്കുന്നത് പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഒരു പാർട്ടി, ആ പാർട്ടി ഇന്ന് ആ കോൺസെപ്റ്റുമായി ഇന്നത്തെ ഒരു പുതിയ സഖാവിൻ്റെ അടുത്ത് പോയിട്ട് ഇതാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഒരു മന്ത്രിയുടെ സ്വന്തക്കാരനെ പിടിച്ചിട്ട് ടൂറിസം വകുപ്പിൽ വളരെ പ്രധാനപ്പെട്ട പൊസിഷൻ കൊടുക്കുന്നു. അയാൾ ഒരു ഭാഗത്ത് DYFI, മറുഭാഗത്ത് ടൂറിസം വകുപ്പ്. പിന്നീട് അവർ മന്ത്രിയുടെ ഭാര്യയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുന്നു. ഒരു മാർബിളുകാരൻ ബന്ധപ്പെടുന്നു. പിന്നെ മറ്റൊരു മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുക്കും, സർജിക്കൽ ഉപകരണങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിയാണ് യഥാർത്ഥത്തിൽ വീണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലെന്താണ്, എവിടെയൊക്കെയോ അളവും തൂക്കവും ഒപ്പിക്കാൻ വേണ്ടിയുള്ള കുറെ കടലാസ് ഷെൽ കമ്പനികൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഞാനിതൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇടതുപക്ഷത്തിനോട് വല്ല ആരാധന ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാരാണ്. ആ ഇടതുപക്ഷം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ എനിക്കൊരു 15-20 വർഷമായി ഈ മൂല്യച്യുതി തുടങ്ങിയിട്ട്. ഫാരിസ് അബൂബക്കർ വരുന്നു, കോംട്രസ്റ്റ് ഭൂമി കൈക്കലാക്കാൻ നോക്കുന്നു, കല്ലായിപ്പുഴയിൽ പാർട്ടി ഒരു ഭാഗത്ത് നോക്കുന്നു. കേരളത്തിൽ പിന്നീട് ഏത് വിഷയം വന്നാലും പണ്ട് തൊഴിലാളികളോടൊപ്പം നിന്ന പാർട്ടി നേരെ തിരിച്ച് മുതലാളികളോടൊപ്പം നിൽക്കുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പുതിയ സാമ്പത്തിക വിഭാഗം കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണ് അത് തുടങ്ങിയത്. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ, സ്വർണ്ണക്കടക്കാർ, അവരുടെ നിയന്ത്രണത്തിലേക്കാണ് കോഴിക്കോട്ടെ പാർട്ടി പോയത്. അതിൻ്റെ ഒരു
ഒരു ഗതികേടാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിൻ്റെ ചുറ്റും ആളുകൾ വന്ന് കൂടിയതെന്ന് തോന്നുന്നു. അല്ല, കേരളത്തിൽ അത് ചരിത്രപരമായിട്ട് എടുക്കുമ്പോൾ കോഴിക്കോടിന് വലിയ പ്രത്യേകതയുണ്ട്. കച്ചവട നഗരം കോഴിക്കോടാണ്. വൈദേശികൻ ആദ്യമായി വന്നത് കോഴിക്കോടാണ്. അറബികളുമായി കച്ചവടം നടത്തിയ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട്ടെ പ്രാധാന്യം വളരെ, കോഴിക്കോട് എന്ത് നല്ലത് സംഭവിക്കുമ്പോഴും എന്ത് മോശം സംഭവിക്കുന്നതും തുടക്കം കോഴിക്കോടാണ്. കോൺഗ്രസ് ഉണ്ടായത് കോഴിക്കോടാണ്. സ്വാതന്ത്ര്യ സമരം കോഴിക്കോടാണ്. ഗാന്ധി പലവട്ടം വന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടത് കോഴിക്കോടാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ കൾച്ചർ മാൾ കൾച്ചർ വന്നു. ഏറ്റവും ആദ്യത്തെ മാൾ കേരളത്തിൽ വരുന്നത് കോഴിക്കോട്ടാണ് വരുന്നത്. ബീച്ച്, ഇപ്പം എറണാകുളത്ത് ബീച്ചുണ്ട്, തൃശ്ശൂർ ബീച്ചുണ്ട്, തിരുവനന്തപുരത്ത് ബീച്ചുണ്ട്. പക്ഷേ കോഴിക്കോട് നിൽക്കുന്നത് പോലെ ബീച്ച് കൾച്ചർ, അത് ഹോട്ടൽ കൾച്ചർ, ഇങ്ങനെ എല്ലാം വന്നിരിക്കുക. റിയൽ എസ്റ്റേറ്റിന്റെ ബൂം, യഥാർത്ഥത്തിൽ മറ്റ് ജില്ലകളിലെ റിയൽ എസ്റ്റേറ്റ് ആളുകളൊക്കെ കോഴിക്കോട്ടേക്കാണ് വന്നത്. പണ്ട് പഴയ നല്ല ആളുകൾ, ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിനെ പോലെയൊക്കെ ഉള്ള ആളുകളെ, കോഴിക്കോട് വന്ന തിക്കോടിയനെ പോലെയുള്ള ആളുകൾ ഒക്കെ കോഴിക്കോട് വന്ന് ലാൻഡ് ചെയ്താണ്. പക്ഷേ ഇന്നത് നേരെ തിരിച്ച് കച്ചവടക്കാർ കോഴിക്കോട് വന്ന് ലാൻഡ് ചെയ്ത് വലിയ കച്ചവടം വ്യാപിപ്പിക്കുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും തിരുവനന്തപുരത്ത് താമസക്കാരിയായ, കണ്ണൂരിൽ വീണ കോഴിക്കോട്ടെ പന്തിരങ്കാവിലെ ബൈപ്പാസിനെടുത്ത് കടമുറിയെടുത്ത് കച്ചവടം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് കടലാസോ എന്തോ ആവട്ടെ. അപ്പോൾ അതിലൊരു അട്രാക്ഷൻ, ബോംബെയിലേക്ക് വണ്ടി കയറുന്നത് പോലെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറുകയാണ്. അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഹായം സി പി എമ്മിൻ്റെ ഭരണം. കാരണം കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. കോഴിക്കോട്ടെ MLA മാർ CPM ആയിരുന്നു. അപ്പോൾ കേരള ഭരണത്തിൽ 10 വർഷക്കാലത്ത് വളരെ കൃത്യമായ ഹോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കോർപ്പറേഷനിലെ കരാറുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 15 കൊല്ലത്തേക്കാണ് പരസ്യ കരാർ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഭരണം വീണാലും ഇദ്ദേഹത്തിന്റെ കരാർ നഷ്ടപ്പെടരുത് എന്നുള്ള യഥാർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ തെറ്റായ പ്രവണതകളിൽ നിന്നാണ് നിഖിലിനെ പോലുള്ള ഒരു വളർന്നു വന്നു 100%. കാരണം നമ്മൾക്കറിയാലോ, കോഴിക്കോട് ജനകീയ സമരങ്ങൾ എടുത്താൽ നമുക്ക് പരിശോധിച്ചാൽ ഇപ്പൊ കല്ലുത്താങ്കടവിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്തു തൊഴിലാളികൾക്ക്, അത് ചോർന്നൊരുക്കുകയാണ്. ഇപ്പൊ കല്ലുത്താങ്കടവിൽ വളരെ ഒരു എന്താ പറയുക, കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയുടെ പാളയം എന്നൊരു അതിൻ്റെ പൈതൃകത്തെ മാറ്റി നേരെ സ്ഥാപിച്ചു. വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി, പിണറായി വിജയനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി. ഇന്ന് കല്ലുത്തങ്കടവിലെ ഫ്ലാറ്റ്, ആ ബിൽഡിംഗ് അവിടെ കിടക്കുന്നു. കച്ചവടം നടക്കുന്നത് ഇപ്പോഴും പാളയത്താണ്. തൊഴിലാളികൾ പറഞ്ഞിടത്താണ് നിൽക്കുന്നത്. അതിനകത്തും കച്ചവട താല്പര്യങ്ങളുണ്ടായിരുന്നു. കാരണം 5.5 ഏക്കർ സ്ഥലമാണത് പാളയം മാർക്കറ്റുള്ളത്. ഈ 5.5 ഏക്കറിലേക്ക് കണ്ണു നട്ടുകൊണ്ടാണ് ഇത് കല്ലുത്തങ്കടവിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ട് 3 മാസം 4 മാസം കഴിഞ്ഞ് പണി നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട കണ്ണുമായി ചില ആളുകൾ പാർട്ടിയെ സ്വാധീനിച്ച് കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട കേഡറുകൾ ഉൾപ്പെടുന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ജില്ലാ സെക്രട്ടറി ഓടി വരുന്നു. അങ്ങനെ ഒരു ചരിത്രമൊന്നും ഇപ്പോൾ ഞങ്ങളൊക്കെ 1-2 ജില്ലാ സെക്രട്ടറി വരെയാണ്. ഇപ്പോൾ കേളുകെട്ടൻ ദീർഘകാലമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊന്നും അറിയില്ലെങ്കിലും അതൊരു കേളുകെട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു റെസ്പെക്ട് ഉണ്ടാവുന്ന ഒരു കാലമുണ്ട്. TP രാമകൃഷ്ണനായിരുന്നു കുറേ കാലം. എന്തെല്ലാം പറഞ്ഞാലും TP രാമകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ജനം അംഗീകരിച്ച തൊഴിലാളി വർഗ നേതാവായിരുന്നു. അവിടുന്ന് പിന്നീട് മോഹനൻ മാഷിലേക്ക് എത്തുന്നു. അവിടുന്നാണ് ഇപ്പോൾ മെഹബൂബിലേക്ക് എത്തുന്നത്. അപ്പോൾ കേരളത്തിലെ കോഴിക്കോട്ടെ ജനങ്ങൾ വിശ്വസിക്കാത്ത, സാധാരണക്കാരന് വിശ്വസിക്കാത്ത ഒരു നേതൃത്വം CPM ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അഴിമതിക്കെതിരെ ഒരു വലിയ ജനകീയ സമരം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുമോ? പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ചിലരും CPM-നകത്തുള്ള ചിലരും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവഡ് ആണ്. അവർ തമ്മിലൊരു രഹസ്യ ബന്ധങ്ങളുണ്ട്. BJP-യുടെ ആളുകളായിട്ട് ബന്ധം. കോഴിക്കോട്ടെ പൊതുവിലുള്ള ഈ കച്ചവടങ്ങളുടെയൊക്കെ ഇടപാടുകളുടെയൊക്കെ പിറകിലൊരു ഈ ഒരു മുക്കൂട്ട് സഖ്യം ഉണ്ടെന്നുള്ള ജനങ്ങളങ്ങനെ പറയാറുണ്ട്. ഒരു വാസ്തവം വല്ലതും ഉണ്ടോ? ഞാനൊരു കച്ചവടക്കാരനല്ല, ഞാൻ ഈ കച്ചവടത്തിന്റെ ഭാഗവാക്കല്ല. അപ്പൊ ആരെങ്കിലും കച്ചവടം നടത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഒരു 10-30 വർഷത്തെ ഒരു ചരിത്രം എടുത്താൽ, ഇപ്പൊ നാദാപുരം കലാപകാലത്ത് അവിടെ നശിപ്പിക്കപ്പെട്ടത് അവിടുത്തെ എല്ലാ കടകളും വീടുകളുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് നാദാപുരം കുറ്റ്യാടി മേഖലയിലെ ആളുകളൊക്കെ കോഴിക്കോട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ കോഴിക്കോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം അവിടെയും പ്രശ്നം തീർന്നു, ഇവിടെയും പ്രശ്നം തീർന്നു. അപ്പോൾ കച്ചവടക്കാർ തമ്മിലൊക്കെ ഒരു നല്ല ഐക്യമുണ്ട്. അത് നല്ലതുമാണ്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈകോർത്തിട്ടുണ്ട് എങ്കിൽ അതൊരു അപകടകരമായ സൂചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അപകടകരമായ സൂചന ഏത് പാർട്ടിയുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് തെറ്റാണ്. പൊതുവിൽ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടക്കുന്ന ഇടപാടുകൾ അത് തീരുമാനിക്കപ്പെടുന്നത് BJP-യുടെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ചില നേതാക്കൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്, ജനങ്ങൾ പറയുന്നതാണ്. അതുപോലെ ഈ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് നടത്തിപ്പുകാരനെ കാണാതായിട്ട് കോഴിക്കോട് നിന്നാണ് അയാൾ മിസ്സാവുന്നത്. അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയില്ല. വലിയ സമരങ്ങളൊക്കെ വന്നു. പക്ഷേ
ഇപ്പോഴും ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ചില കടമത്സരങ്ങൾ, തർക്കങ്ങളൊക്കെ അതിന് പിറകിലുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണത് രാഷ്ട്രീയ നേതൃത്വം അവഗണിച്ചു വിടുന്നത്? മാമിയുടെ തിരോധാനം എൻ്റെ നാട്ടുകാരനാണ്, സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം ഒക്കെ നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെയാണ്. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇന്നും അതിനൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നു. ആ കാലഘട്ടത്തിൽ ആക്ഷൻ കമ്മിറ്റിയൊക്കെ സംശയിച്ചത് അന്നത്തെ പോലീസ് അതിന് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയില്ല. പിന്നീട് പോലീസ് ഒരുപാട് അന്വേഷണം നടത്തിയെങ്കിലും പ്രാഥമിക തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണ നേതൃത്വത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ റിയൽ എസ്റ്റേറ്റും ഭരണ നേതൃത്വവും തമ്മിലുള്ള അധികാരങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ED റെയ്ഡ്, ഇപ്പോൾ കോഴിക്കോട്ടുകാർക്ക് ഒരു അത്ഭുതം പോലെയാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. എനിക്ക് അത്ഭുതം, CPM എന്തിന് ഇങ്ങനെ ED റെയ്ഡിനോട് ഇങ്ങനെ ഒരു മനോഭാവം കാണിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ആളുകളുടെ അടുത്ത് ED വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CPM ആകെ ഒരു അനുകൂല ഘടകം ഈ വിഷയത്തിലുണ്ട്. കാരണം ED ആണ് റെയ്ഡ് ചെയ്യുന്നതെന്നുള്ളത് ഒരു അനുകൂല ഘടകമാണ്. EDയുടെ ഒരു വിശ്വാസ്യത നേരത്തെ തകർന്നിട്ടുണ്ട്. പക്ഷേ ഫാക്റ്റായി തന്നെ നിലനിൽക്കും. തീർച്ചയായിട്ടും ഇതൊരു കോഴിക്കോടിൻ്റെ രാഷ്ട്രീയത്തിലൊരു ശുദ്ധീകരണത്തിനുള്ള ഒരു സാധ്യത ആ നിലയ്ക്ക് വരുമോ? ഇത് കുറെ കൂടി എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ? തീർച്ചയായിട്ടും വരണം. കാരണം കോഴിക്കോട്ടെ പൊളിറ്റിക്സ് അവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഈ മൊയ്തു മൗലവിയെ പോലെയുള്ള ആളുകൾ കോഴിക്കോട്ടെ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തു. വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്ത് നിന്ന് വണ്ടി കയറി വന്നത് കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. AV കുട്ടിമാളുമ്മ വന്നത് ഇങ്ങോട്ടാണ്. KP കേശവമേനോൻ ഇവിടെയാണ്. അങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഉണ്ടാകുന്നത്. എല്ലാവരും വന്ന് കോഴിക്കോട്ട് വന്ന് സമരം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ഇതുപോലെ തന്നെ കോഴിക്കോട്ട് വന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. 30കളിൽ തുടങ്ങി 40-50 അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ ഗ്രാമാന്തരങ്ങൾ ഉണ്ടാകുന്നു. BJPയുടെയും സോഷ്യലിസ്റ്റുകൾ വളരെ നിർണായകമായ റോൾ വഹിച്ച ആളുകൾ സോഷ്യലിസ്റ്റുകൾ. ആ സോഷ്യലിസ്റ്റിന് ഒരു പാർട്ടാണ് പിന്നീട് ഒരു BJP ആയിട്ട് മാറുന്നത്. BJPക്കാരും അവരുടെയും ഒരു ഹെഡ് ഓഫീസ് യഥാർത്ഥത്തിൽ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ഒരു പൊളിറ്റിക്സ്. കാരണം നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലത്ത് കോഴിക്കോട് സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. മറ്റവരൊക്കെ ബ്രിട്ടീഷുകാരന് കപ്പം കൊടുത്ത് ഭരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരം നടന്നത് മലബാറിലും മലബാറിന് ചുറ്റു പ്രദേശങ്ങളിൽ മാത്രമാണ്. അങ്ങനെ ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഉള്ളത്. ആ പാരമ്പര്യത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ കടന്നു വരുമ്പോൾ അത് ഏത് പാർട്ടിക്ക് വന്നാലും അവിടെ ഒരു ശുദ്ധീകരണം ഉണ്ടാവും. ആ ശുദ്ധീകരണമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ടുള്ള ഈ വിഷയം വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഒരു പുതിയ തലമുറയുടെ പ്രതികരണം കൂടി നമ്മൾ വായിക്കണം. ഇപ്പോൾ ജൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ട് ജൻസി തലമുറ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്ക് നേരെ വിപരീതമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ശുദ്ധീകരണം ഉണ്ടാവും. അത് എല്ലാ പാർട്ടികളിലേക്കും വരണമെങ്കിൽ, കാരണം CPMനകത്തൊരു വലിയ തർക്കമുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ട ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ്. ആ പ്രതികരണം ഉണ്ടാവും. ഇപ്പം ഇന്ന് KPC പ്രസിഡന്റൊക്കെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രതികരണം വരണം. വന്നില്ലെങ്കിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.